എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ നമ്മുടെ മേലൂർ പഞ്ചായത്തിന്റെ കീഴില് 6ാം വാർഡിലാണ് നമുക്കുള്ളത്. നമ്മുടെ നിർമ്മല കോളേജിന്റെ ബാക്ക് സൈഡായിട്ട് വരും. പെരിങ്ങാടൻ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന്റെ സമീപത്ത് നമ്മളൊരു പഞ്ചായത്തോളം ഉണ്ട്. അപ്പൊ പഞ്ചായത്തോളം നമ്മൾ ജലസ്രോതസ്സിന്റെ ഭാഗമായിട്ട് നവീകരിച്ച് സൈഡൊക്കെ കെട്ടി അതിൽ ഗ്രില്ലൊക്കെ ഇട്ട്, അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ 6ാം വാർഡില് ജനങ്ങൾക്കായിട്ട് ഓപ്പൺ ജിമ്മും അതിനോടനുബന്ധിച്ച് ഒരു ബാഡ്മിന്റൺ കോർട്ടും ഇന്ന് ജനങ്ങൾക്കായിട്ട് വിപിൻ രാജിന്റെ നേതൃത്വത്തിൽ അത് തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മേലൂർ പഞ്ചായത്തിന്റെ വികസനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്തോളം നവീകരണവും അതോടൊപ്പം തന്നെ ഓപ്പൺ ജിമ്മും. മേലൂർ ഗ്രാമപഞ്ചായത്തിലെ കുന്നപ്പള്ളി 6ാം വാർഡിലെ തൈക്കാട്ടുചിറയുടെ നവീകരണവും ഹാപ്പിനെസ് പാർക്കിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ വാർഡിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് ഈ ഹാപ്പിനെസ് പാർക്കിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. ഏകദേശം പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടക്കം 15 ലക്ഷം രൂപയോളം ചെലവിട്ട് തൈക്കാട്ടുചിറ അതിമനോഹരമായി നവീകരിക്കുകയും അതോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ ഒരു ഓപ്പൺ ജിമ്മും കളിക്കാൻ ഉതകുന്ന രീതിയിലൊരു ഷട്ടിൽ കോർട്ടും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി 2ാം ഘട്ടം എന്ന നിലയ്ക്ക് വയോജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം ഇരിക്കാൻ കഴിയാവുന്ന ഒരു മികച്ച ഡെസ്റ്റിനേഷനായി ഈ കേന്ദ്രം മാറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സാണ് തൈക്കാട്ടുചിറ എന്ന് പറയുന്നത്. വളരെ വർഷം പഴക്കമുള്ള ഈ പ്രദേശം ആകെ കുടിവെള്ളത്തിന് പോലും ആശ്രയിക്കാൻ കഴിയാവുന്ന ജലസമ്പത്താണ് തൈക്കാട്ടുചിറ. ആ തൈക്കാട്ടുചിറ കെട്ടി സംരക്ഷിച്ച് ഏറ്റവും ഭംഗിയായി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലം പഞ്ചായത്തിന്റെ അധീനതയിലേക്ക് നമ്മൾ കടന്ന് തിട്ടപ്പെടുത്തി ഏറ്റെടുക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഷട്ടിൽ കോർട്ടും 5 ലക്ഷം രൂപയോളം നമ്മൾ വകയിരുത്തി ചിറയുടെ ഒരു സൈഡും കൂടി നമുക്കറിയാം അവിടെ വെള്ളം വറ്റിച്ച് നമുക്ക് ആ പ്രദേശം കൂടിയും അടി കുറച്ച് ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതുകൂടി നമുക്ക് കെട്ടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി അടുത്ത ഏതാനും വെള്ളം വറ്റുന്നതോടുകൂടി ഒരു ഏപ്രിൽ മെയ് മാസത്തോടുകൂടി നമുക്ക് ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഈ നിമിഷത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേറിട്ട ഒരു അനുഭവം തന്നെയാണ് ഈ പറയുന്ന തൈക്കാട്ടുചിറയോട് ചേർന്ന് ആ തൈക്കാട്ടുചിറയുടെ സംരക്ഷണവും അതോടൊപ്പം തന്നെ ഒരു ഷട്ടിൽ കോർട്ട്, ഓപ്പൺ ജിമ്മ് എന്ന് തുടങ്ങുന്ന ഒരു ഹാപ്പിനെസ് പാർക്ക് അതിന്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് ഇപ്പോൾ നമ്മളിവിടെ നടക്കുന്നത്. തുടർ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വരികയാണ്. ഇത്തരം ചില മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിന്റെ കംപ്ലീഷനും ഉദ്ഘാടനവും നടക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഓളെ സൂചിപ്പിച്ചു, ഇന്ന് നാളെ വൈകുന്നേരം ഇതേപോലെ സമയത്ത് നമ്മളുടെ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് വർത്തമാനകാലത്ത് നമുക്കറിയാം, എല്ലായിടങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തിനെ സംബന്ധിച്ച് വലിയ ചർച്ചയൊക്കെ നടക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മക്കളെയൊക്കെ കൂട്ടി അല്ലെങ്കിൽ പ്രായമായവരെയൊക്കെ കൂട്ടി എവിടെയെങ്കിലുമൊക്കെ ഔട്ടിങ്ങിന് പോകാൻ കുറച്ച് സമയം വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ ഒക്കെ കഴിയുന്ന പ്രദേശങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ കൂടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചെറ പുറംപോക്കുകൾ അളന്ന് കണ്ടുപിടിച്ച് അതിന് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇത്തരം ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ ഒരു ഓപ്പൺ ജിമ്മും ഒപ്പം തന്നെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് വന്ന് കുട്ടികൾക്കും വയസ്സായവർക്കൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിച്ചു. കമ്മിറ്റികളിൽ നിരന്തരം നമ്മൾ പറഞ്ഞ് അവിടെ യുദ്ധം ചെയ്തിട്ടാണ് ഒരു 5 ലക്ഷം രൂപയോ ഒരു പ്രാവശ്യം 10 ലക്ഷം രൂപയോ നമുക്ക് കിട്ടുന്നത്. അത് കിട്ടിയാൽ തന്നെ ആ പ്രോജക്റ്റ് നമ്മളറിയാതെ തന്നെ മാറ്റുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ബ്ലോക്കില്. പക്ഷെ രഞ്ജൻ ചേട്ടനായിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തത് ഇവിടെ 12ാം വാർഡിലെ എന്റെ ഡിവിഷൻ ആ ഭാഗത്താണ്. അവിടെ പോളിച്ചേട്ടനാണ് എനിക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം പോളിച്ചേട്ടനും രഞ്ജനേട്ടനെ പോലെയാണ് നമ്മളെ നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഫണ്ട് ഉണ്ടോ എന്ന് വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. ഉദ്ദേശിച്ചത് കാരണന്മാർക്കൊക്കെ ഒന്ന് വരാൻ അവിടെയുള്ള പണികളും കൂടി കഴിഞ്ഞൊന്ന് നടക്കാനൊരു അവസരമാണ്. കളിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പ്രായഭേദം ഒന്നുമില്ല. ജിമ്മിൽ വന്നതും ഷട്ടിൽ കളിക്കുന്നതൊക്കെ ഇപ്പൊ എല്ലാ പ്രായക്കാരും ഉണ്ട്. ഇവിടെ പൊതുവെ ഒരു വലിയ ഡിമാൻഡ് പൊതുവിൽ വന്നു. സ്ത്രീകൾക്ക് കുറച്ച് സമയം അവിടെ പരിഗണന കൊടുക്കണം എന്നൊരു ആവശ്യം വന്നത് നല്ല കാര്യമാണ്. കുറെ സമയം, കാരണം അതും ഒരു നല്ല കാര്യമായിട്ടുണ്ട്. കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, അല്ല ചെറുപ്പക്കാര് ഇത് നന്നായി പ്രയോജനപ്പെടുത്തുമ്പോൾ വേറെ ആവശ്യമില്ലത്. ഇപ്പോ ഞങ്ങൾ സ്വകാര്യമായിട്ട് പറയേണ്ട കാര്യം, എന്നാലും വൈകുന്നേരം വരുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് അറിയാലോ, ചില ആളുകളൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് ഒതുങ്ങി മാറിക്കൊടുത്ത് പുതിയ ആളുകൾക്ക് നന്നായി ഈ പ്രയോജനപ്പെടുത്താനുള്ള അവസരമാക്കി ഇതിനെ മാറ്റുകയും ഇത് ഒരു പൊതുവിടം എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് ഇതിന്റെ സംരക്ഷണം.